സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തില് മഹാനവറുകൾ ഖലീഫയായിരുന്ന കാലത്ത് യമനിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ കടന്നു വരികയാണ്. മഹാനവറുകൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ യമനിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ കടന്നു വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ഈമാനോടെ ചിരിച്ചുകൊണ്ട് വിട പറയാനുതകുന്ന ഉപദേശങ്ങൾ തന്നാലും, ആരൊക്കെ കരഞ്ഞാലും ആരൊക്കെ സങ്കടപ്പെട്ടാലും ഞങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് വിട പറയണം. ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിട പറയാൻ കഴിയണം. തന്നാലും ഉപദേശങ്ങൾ തന്നാലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ജഅഫർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. വിളിക്ക് സ്വഹാബ, മദീനയിലെ മുഴുവൻ സ്വഹാബത്തിനെയും ഇങ്ങോട്ട് വിളിക്ക്. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല സ്വഹാബത്തിനെ മുഴുവനും വിളിക്കാൻ, ഞാനും കൂടെ വരാം, എല്ലാരെയും വിളിച്ചു കൂട്ടാം. അങ്ങനെ സ്വഹാബത്തൊക്കെ ആകാംക്ഷയോടെ ഒരുമിച്ച് കൂടുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തിരിക്കുകയാണ്. യമനിൽ നിന്ന് വന്ന ചെറുപ്പക്കാരോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഈ ഒരുമിച്ച് കൂടിയ മദീനയിലെ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് എല്ലാവരും കേൾക്കേ, എല്ലാവരും അറിയുക, ഒന്നും കൂടെ ചോദ്യം ചോദിക്കുമോ എന്ന് പറയുമ്പോ യമനിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ പറയുകയാണ്, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പം ചിരിച്ചുകൊണ്ട് ഈമാനോടെ ചിരിച്ചുകൊണ്ട് വിട പറയാനുതകുന്ന ഉപദേശങ്ങൾ തന്നാലും. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ട് ആയത്തുകൾ പഠിപ്പിച്ചു തരാം, രണ്ട് ദുആകൾ പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ ജീവിതത്തിൽ നിത്യമാക്കിക്കോ. ആ ദുആകൾ നിങ്ങൾ ജീവിതത്തിൽ നിത്യമാക്കിക്കോ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ തുടങ്ങി, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഈ ദുആ നിങ്ങൾ, ഈ പ്രാർത്ഥന നിങ്ങൾ നിത്യമാക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നോ. സഹോദരങ്ങളെ